ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പിക്കാശ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഏറെ ഇഷ്ടമാകുന്ന ടിഫിൻ ബോക്സിലൊക്കെ നമുക്ക് സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയട്ടെ, നിങ്ങൾ ഈ പിക്കാശ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് എല്ലാ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഈ സാൻഡ്വിച്ചിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എഗ്ഗ് പുഴുങ്ങിയത് 3 എടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, ഒറിഗാനോ ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ നമ്മൾ മയോണൈസ്. അപ്പോൾ എഗ്ഗ് നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സോൾട്ട്, ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സാണ് പിന്നെ ചേർക്കുന്നത്. എരിവ് കൂട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം. ഒറിഗാനോ ഞാൻ പറഞ്ഞു ഓപ്ഷനാണ്, എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ല, അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ മയോണൈസ് ആണെങ്കിൽ നമുക്ക് ഫ്ലേവേർഡ് ആയിട്ടുള്ള ചേർക്കാം, ഗാർലിക്ക്, അതുപോലെ ചില്ലി മയോണൈസ്, അങ്ങനെ ഇഷ്ടമുള്ളത് നമുക്ക് ടിക്ക മയോണൈസ് അതുപോലെ ഉള്ളത് ഏതെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്നും ഫ്ലേവേർഡ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് സാധാ പ്ലെയിൻ മയോണൈസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കതിലേക്കൊരു ചട്നി ആവശ്യമുണ്ട്, ഒരു ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പച്ചമുളക്, പുതിന, മല്ലിച്ചപ്പ്, വിനെഗർ, സോൾട്ട് അതെല്ലാം കൂടി ചേർത്ത് നമുക്കതവിടെ അരച്ച് വെക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചിട്ടുള്ള ചട്നിയാണിത്. അതിനി നമ്മൾ ബ്രെഡിൻ്റെ ഒരു സ്ലൈസ് എടുക്കുക, അതിന് നന്നായിട്ടൊന്ന് തേച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ എഗ്ഗിൻ്റെ മിക്സോടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിലൊന്ന് ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ നമുക്ക് പരത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ മറ്റൊരു ബ്രെഡ് വെച്ചിട്ട് അതിനെ മേലൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ ബാക്കിയുള്ളതും തയ്യാറാക്കിയിട്ടെടുക്കാം. ഗ്രീൻ ചട്നി വെക്കുക. ഗ്രീൻ ചട്നി നമുക്ക് പിന്നെ വേണ്ടെങ്കിൽ, ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടെങ്കിൽ ഗ്രീൻ ചട്നി ഒഴിവാക്കിയിട്ട് നമുക്ക് എഗ്ഗിൻ്റെ മിക്സ് മാത്രം വെച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു ടോസ്റ്ററിൽ വെച്ചിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ടോസ്റ്ററിൻ്റെ അടിയിൽ നമ്മളൊന്ന് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്, പിടിക്കാതിരിക്കാനും നമ്മളൊരു എന്താ പറയുക ഗോൾഡൻ ബ്രൗൺ ആയിട്ട് പെട്ടെന്ന് കിട്ടാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം നമുക്ക് അതൊരു പ്ലേറ്റിലേക്കോ ഒരു ബോർഡിലേക്കോ നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ കട്ടിങ് ബോർഡിലേക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഷാർപ്പായിട്ട് കത്തിയെടുത്താൽ മതി. അപ്പോൾ വേഗം നമുക്ക് ടോസ്റ്റ് ചെയ്തല്ല, കുറച്ച് വില ഉണ്ടാവും. അത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമ. താങ്ക് യു ഫോർ വാച്ചിങ്.